എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024 ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 2023 ഫോർത്ത് പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ റെസ്പോൺസിനും അനുസരിച്ചാണ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0 എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാണ്? അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് എക്സാക്റ്റ് ആണോ എന്ന് അറിഞ്ഞാലാണ് അതിന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ എക്സാക്റ്റ് അല്ല വെച്ചെങ്കിലാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പൊ ഇത് എക്സാക്റ്റ് ആവാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാണെന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് ഫോം ആണ് നോക്കൂ. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് ഏത് ഇക്വേഷൻ ഇരിക്കുന്നത്, അല്ലെ? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എക്സാക്റ്റ് ആണോ എന്ന് നോക്കാൻ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് എം, അതായത് എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? എം ഈക്വൽ ടു ഇവിടെ എന്താണ്? വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ആണ്. അതിനെ നമുക്ക് എന്താ എഴുതാം? വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈ ആവുമ്പോൾ 1 ആവും. ഇവിടെ എന്താവും? എക്സ് കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. വൈ സ്ക്വയർ 2y ആവും. അപ്പൊ എന്താണ്? 1 പ്ലസ് 2xy എന്ന് വന്നു. ഡോ എൻ ബൈ ഡോ എക്സ് എന്താന്ന് വരിക? ഡോ എൻ ഇവിടെ എന്ത് വരും? എൻ ഈക്വൽ ടു ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ആണ്. അത് എത്രയാണ്? എക്സ് മൈനസ് എക്സ് സ്ക്വയർ വൈ അല്ലേ വരിക? എക്സ് മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പോൾ എക്സിന്റെ ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ 1 വരും. മൈനസ് ഇനി എക്സ് സ്ക്വയർ വൈ ആവുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവുമ്പോൾ വൈ ഇൻറ്റു ഇതിന്റെ ഡിഫറൻസിയേഷൻ 2x. അപ്പൊ എന്താണ് വരിക? 1 മൈനസ് 2xy എന്നുള്ളതാണ്. ഇത് രണ്ടും സെയിം ആണോ? 1 പ്ലസ് 2xyയും 1 മൈനസ് 2xyയും സെയിം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഞാൻ വിചാരിച്ചു എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ ആണെന്ന്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ കൊണ്ട് ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യാണ്. എമ്മിനും എന്നിനും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എം എന്ത് വരും? എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ ഇൻറ്റു വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ അല്ലേ എം എന്ന് പറയണത്. അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം? എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് എക്സ് റേസ് ടു എം പ്ലസ് 1 വൈ റേസ് ടു എൻ പ്ലസ് 2 അല്ലേ? എൻ പ്ലസ് 2. ഇനി അടുത്തത് എന്താണ്? എന്നിനെ ഞാൻ എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇത് എം ഡാഷ് എന്ന് എഴുതാം. കാരണം എന്താന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എൻ ഡാഷ് അപ്പൊ നമുക്ക് എന്ത് വരാം? എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ ഇൻറ്റു ഇനി ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ. എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ അല്ലേ? അപ്പൊ ഇത് എന്താണ് വരിക? എക്സ് റേസ് ടു എം പ്ലസ് 1 വൈ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എം പ്ലസ് 1 വൈ റേസ് ടു എം പ്ലസ് 1 അല്ല 2 വരും അല്ലേ? എം പ്ലസ് 2 വൈ റേസ് ടു എൻ പ്ലസ് 1. അതാണ് എൻ ഡാഷ് എന്ന് വരാം. ഇത് എം ഡാഷും ആയിട്ട് വന്നു. അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്. ഇനി എം ഡാഷും എൻ ഡാഷും. ഇനി നമുക്ക് ഡോ എം ഡാഷ് ബൈ ഡോ എം ഡാഷ് ബൈ ഡോ വൈ ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇതിന് എന്ത് വരും?
എൻ അതായത് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് വരും അല്ലെ, എക്സ് റേസ് ടു എം കോൺസ്റ്റന്റ് ആയിട്ട് വരും. അപ്പൊ എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ വരും. അപ്പൊ വൈ റേസ് ടു എൻ. പിന്നെ അടുത്തത് എന്ത് വരും? പ്ലസ് എൻ പ്ലസ് ടു ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. വൈ റേസ് ടു എൻ പ്ലസ് ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ വൈ റേസ് ടു എൻ പ്ലസ് വൺ. ഇനി ഡോ എൻ ഡാഷ് ബൈ ഡോ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്താണ്? വൈ കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? എം പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എൻ, അതായത് ഇത് കോൺസ്റ്റന്റ് ആക്കി എടുത്തു, മൈനസ് എക്സ് റേസ് ടു എം പ്ലസ് ടുവിന് എന്ത് വരും? എം പ്ലസ് ടു ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എം പ്ലസ് വൺ ഇൻറ്റു കോൺസ്റ്റന്റ് എന്താണ്? വൈ റേസ് ടു എൻ പ്ലസ് വൺ. അപ്പൊ ഇനി എക്സാക്ട് ആവും അപ്പൊ അത് അല്ലെ, കാരണം എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഞാൻ എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ എന്ന് എടുത്തു. അപ്പൊ ഈ എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് എക്സാക്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഡോ എം ഡാഷ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ഡാഷ് ബൈ ഡോ എക്സ് എന്ന് എടുക്കാം. കാരണം എന്താണ്? എക്സാക്ട് ആവും അപ്പോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ പ്ലസ് എൻ പ്ലസ് ടു ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് വൺ വൈ റേസ് ടു എൻ പ്ലസ് വൺ ഈക്വൽ ടു എം പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ, പിന്നെ എന്താണ്? മൈനസ് എം പ്ലസ് ടു ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് വൺ വൈ റേസ് ടു എൻ പ്ലസ് വൺ. ഇനി ഇതില് കോഷ്യന്റ് എക്സ് റേസ് ടു എന്നും വൈ റേസ് ടു എന്നും ഇതിലും സെയിം ആവുമ്പോൾ നമ്മൾ കോഫിഷ്യന്റിനെ ഇക്വേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ എൻ പ്ലസ് വൺ ഈക്വൽ ടു എം പ്ലസ് വൺ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എൻ ഈക്വൽ ടു എം എന്ന് പറഞ്ഞൂടെ? ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, എൻ ഈക്വൽ ടു എം. ഇനി അടുത്തതിൽ കോഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എൻ പ്ലസ് ടു ഈക്വൽ ടു മൈനസ് ഓഫ് എം പ്ലസ് ടു അല്ലെ. അപ്പൊ എന്താണ്? എൻ പ്ലസ് എം ഈക്വൽ ടു മൈനസ് ടു മൈനസ് 4 ആയി അല്ലെ. എന്നിന് പകരം ഞാൻ എം എന്ന് കൊടുത്തു. അപ്പൊ 2m ഈക്വൽ ടു എന്ത് വരും? -4 എന്ന് വരും. എം ഈക്വൽ ടു അപ്പൊ എന്ത് വരും? -4/2 ആണ്. അത് എത്രയാണ്? എം ഈക്വൽ ടു -2. എം -2 ആയ എന്നും -2 ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് വരും? എക്സ് റേസ് ടു എം വൈ റേസ് ടു എൻ എന്നല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ എക്സ് റേസ് ടു -2 വൈ റേസ് ടു -2. അങ്ങനെ ഒരു ആൻസർ ഇല്ല. പക്ഷെ ഈ എക്സ് റേസ് ടു -2നെ നമുക്ക് എന്ത് എഴുതാം? 1/x² എന്ന് എഴുതിക്കൂടെ? വൈ റേസ് ടു -2നെ എന്ത് എഴുതാം? 1/y² എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇത് എന്താണ്? 1/x² y². അതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. d²y/dt² plus 2dy/dt plus 5y equal to 3e raised to minus t sin of t, y of 0 equal to 0, y dash 0 equal to 3 എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ പരിഹാരം എന്താണ്? സോൾവ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എന്ത് ഫോം ആണ് നോക്കൂ. m d²y/dt² plus 2dy/dt plus 5y equal to 3e raised to minus t sin t. അപ്പൊ ഇതില് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വൺ നമുക്ക് എഴുതണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് d²y/dt² എത്രയാണ്? എങ്ങനെയാണ് എഴുതുക? നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ്? s² y of s minus s y of 0 minus y dash 0. ഇതാണ് d²y/dt². dy/dt എന്നുള്ളത് എങ്ങനെ എഴുതുക? dy/dt എന്ന് പറയുന്നത് sy of s
into y of s. s into y of s minus phi of 0. ഇനി ടിക്ക് എന്താ നമ്മൾ എഴുതുക? വൈക്ക് എന്താ എഴുതുക നമ്മൾ? y of s എന്ന് മാത്രം. അപ്പൊ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് മാറ്റി എഴുതാം. പക്ഷെ ഇതും കൂടി നമുക്ക് നോക്കണം. e raised to minus t sin t എന്നുള്ളത് എങ്ങനെ എഴുതുമെന്ന്. e raised to ലാപ്ലേസ് അറിയില്ല എങ്കിൽ നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. e raised to minus at sin bt എന്നുള്ളതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് b ഡിവൈഡഡ് ബൈ s പ്ലസ് a ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്തും 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 3 into 1 by s plus 1 whole square plus b square എന്ന് പറഞ്ഞാൽ 1 square എന്ന് വരും. ഈ s plus 1 whole square എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ 3 by s square plus 2s plus 1 plus 1 അല്ലേ? അപ്പൊ 2s plus 2 എന്നാവില്ലേ? അപ്പൊ ഇവിടെ എന്താവും? 2s plus 2 അല്ലേ? 3 by s square plus 2. അപ്പൊ ഈ ഭാഗം നമുക്ക് ഇങ്ങനെയാണെന്ന് കിട്ടി അല്ലേ? ഇനി ഇതില് ഞാൻ എല്ലാം അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താണ്? s square into y of s മൈനസ് s into y of 0 മൈനസ് y dash 0 മൈനസ് y dash 0 ഇനി പ്ലസ് 2 into dy by dt അല്ലേ? dy by dt ക്ക് ഞാൻ എന്ത് എഴുതാം? s y of s മൈനസ് y of 0 പിന്നെ പ്ലസ് 5y of s ഈക്വൽ ടു ഇത് അല്ലേ? 3 by s square plus 2s plus 2. ഇനി y of 0യും y dash 0യും അവർ തന്നുണ്ട് അല്ലേ? അപ്പൊ y of 0 എന്നുള്ളിടത്ത് നമുക്ക് 0 കൊടുത്താൽ ഈ ടേം ക്യാൻസൽ ആയി പോവില്ലേ? എഴുതാനുള്ള സ്ഥലം ഇല്ലാത്ത കാരണം ഞാൻ ഇവിടുന്ന് തന്നെ മാക്കിയാണേ. ഈ ടേം പോയി അല്ലേ? ഇനി y dash 0 എന്ന് പറയുന്നത് ഇവിടെ എന്താവും? 3 ആവും അല്ലേ? അപ്പൊ മൈനസ് 3 y dash 0 എന്ന് പറയുന്നത് മൈനസ് 3 ആവും. അപ്പൊ ഇവിടെ നമുക്ക് മാച്ചിട്ട് ഇവിടെ എന്താ എഴുതാം? മൈനസ് 3 എന്ന് എഴുതാം അല്ലേ? മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു s y of s മൈനസ് y of 0 എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പൊ ഈ ടേമും ക്യാൻസൽ ആയിപ്പോയി അല്ലേ? പിന്നെ 5y of s ഉണ്ട്. അപ്പൊ നമുക്ക് ആകെ കൂടി എഴുതാം s സ്ക്വയർ y of s മൈനസ് 3 പ്ലസ് 2s y of s പ്ലസ് 5y of s ഈക്വൽ ടു ഇതൊന്ന് കിട്ടി. ഈക്വൽ ടു ഇതൊന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്ന് നമുക്ക് y of sനെ y of s ഇൻറ്റു ഏതെന്ന് എഴുതാം? s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഈ മൈനസ് 3നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി പ്ലസ് 3 എന്നാവില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എന്തെഴുതാം? അപ്പൊ y of sന് ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇതിനെ താഴേക്ക് കൊണ്ടുവന്നാൽ പോരെ? അപ്പൊ എന്താണ്? 3 by s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 പ്ലസ് 3 by s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 അല്ലേ? ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരിക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പൊ y of s കിട്ടി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറേസ് ചെയ്യാം.
എല്ലാ ക്വസ്റ്റ്യൻസും നല്ലോണം വഴി എഴുതി ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് സമയവും കൂടുതലില്ല. അപ്പൊ നിങ്ങൾ വേഗത്തിൽ ചെയ്യാൻ നോക്കണം. അപ്പൊ നമുക്ക് ഇത് എന്ത് വരുന്നു? ഇതിനെ ഇനി LCM കണ്ടുപിടിച്ച I of s ഈക്വൽ ടു എന്ത് വരും? I of s ഈക്വൽ ടു 3 പ്ലസ് 3 ഇൻറ്റു LCM കാണാൻ s² പ്ലസ് 2s പ്ലസ് 2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 5. അപ്പൊ ഇതിനെ എന്ത് പറയാം? 3s² പ്ലസ് 6s അല്ലേ? അപ്പൊ ഇത് എന്ത് വരും? 3s² പ്ലസ് 6s പ്ലസ് 6 പ്ലസ് 3 9 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 5. ഇനി ഈ y of s-നെ നമ്മൾ എന്ത് ചെയ്യണം? u ഈക്വൽ ടു s² പ്ലസ് 2s കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതിന് u എന്ന് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതെന്താവും? u പ്ലസ് 2 ഇൻറ്റു u പ്ലസ് 5 ആവില്ലേ? അപ്പൊ 3u പ്ലസ്, അതായത് ഇതിന്ന് 3 പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? s² പ്ലസ് 2sന് u എന്ന് കൊടുക്കാവില്ലേ? അപ്പൊ 3u ആവില്ലേ? 3u പ്ലസ് 9 ആവില്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 3u പ്ലസ് 9 ഡിവൈഡഡ് ബൈ u പ്ലസ് 2 ഇൻറ്റു u പ്ലസ് 5. എന്തുകൊണ്ടാണ് ഞാൻ ഈ u എന്ന് പറയുന്നത് s² പ്ലസ് 2s ആക്കി എടുത്തു? ഇത് ഇങ്ങനെ ആയാൽ നമുക്ക് ഏത് ഫോമിലാക്കാം? a ബൈ u പ്ലസ് 2 പ്ലസ് b ബൈ u പ്ലസ് 5. ഇതിന് എയും ബിയും കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് അറിയണ്ടാവും. എങ്കിലും 3u പ്ലസ് 9 ഈക്വൽ ടു a ഇൻറ്റു u പ്ലസ് 5 പ്ലസ് b ഇൻറ്റു u പ്ലസ് 2. ഇതൊക്കെ അറിയേണ്ട സ്റ്റെപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. u ഈക്വൽ ടു അപ്പോൾ -2 കൊടുക്കുക അല്ലെ? ആദ്യം u ഈക്വൽ ടു -2 കൊടുക്കുമ്പോൾ എന്ത് വരും? -2 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 3 ഈക്വൽ ടു u ഈക്വൽ ടു -2 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോവും. അപ്പൊ ഇവിടെ എന്ത് വരും? 3a. 3 ഈക്വൽ ടു 3a. അപ്പൊ a ഈക്വൽ ടു എന്താണ്? 1 എന്ന് വന്നു. ഇനി u ഈക്വൽ ടു -5 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? -15 പ്ലസ് 9 അത് എത്രയാണ്? -15 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ -6. -6 ഈക്വൽ ടു എന്തെന്ന് വരും? ഇത് ക്യാൻസൽ ആയി പോവും അല്ലെ? -5 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ -3b എന്ന് വരും. അപ്പൊ b ഈക്വൽ ടു എന്ത് വരും? -6 ബൈ -3 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. a1ഉം b2 ആയി ഇതിൽ എഴുതുക. അപ്പൊ എന്താണ്? ഞാൻ വേറെ കളർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ എയും ഇതിൽ ഞാൻ എന്തെഴുതി? എയുടെ വാല്യൂ 1 ബൈ u പ്ലസ് 2 ഇൻറ്റു പ്ലസ് 2 ബൈ u പ്ലസ് 5. അപ്പൊ ഇനി യുവിനെ വീണ്ടും നമ്മൾ ഏതിലാക്കുക? s² പ്ലസ് 2s എന്നുള്ളതിലാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ s² പ്ലസ് 2s പ്ലസ് 2 പ്ലസ് 2 ബൈ s² പ്ലസ് 2s പ്ലസ് 5 അല്ലേ? ഇതിനെ ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? 1 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ?
എനിക്ക് അറിയണ ഒരു ഫോമുല ആക്കാനാണ്, കാരണം ഇൻവേഴ്സ് നമുക്ക് എടുക്കണം അല്ലെ. അപ്പൊ +1 എന്നുള്ള ഫോമുല ആക്കുക, 1 സ്ക്വയർ ആക്കണ്ട, 1 എന്ന് പറഞ്ഞാൽ മതി. ഇനി +2 ബൈ ഇതിനെ എന്താ എഴുതാം, ഇതിനെ നമുക്ക് എന്താ എഴുതാൻ പറ്റുക, s+1 ഹോൾ സ്ക്വയർ +2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, കാരണം 4 ആണ്, 1 + 4 ആണ് 5. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. ഇനി നമുക്ക് ഇതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം, L ഇൻവേഴ്സ് ഓഫ് ദിസ് വൺ എടുക്കാം. അപ്പൊ L ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് വരും, L ഇൻവേഴ്സ് ഓഫ് ദിസ് വൺ. അതെന്താ വരിക, e⁻, ഇതിന്റെ L ഇൻവേഴ്സ് വരുമ്പോൾ e⁻t sin t പ്ലസ് ഇവിടെ എന്താ വരിക, e⁻t sin 2t. ഇതാണ് ആൻസർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ, ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. കുറച്ചധികം ചെയ്യാനുണ്ട്, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ വേഗത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോസിറ്റീവ് സ്ക്യൂനെസ് ഉള്ള ഒരു വിതരണത്തിൽ, അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, മോഡ്, മധ്യാങ്കം എന്നിവ തമ്മിലുള്ള എന്താണ് ബന്ധം എന്തായിരിക്കും എന്നുള്ളതാണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആവുമ്പോ എന്താണ്, മോഡ് ലെസ് ദാൻ മീഡിയൻ ആണ്. അപ്പൊ ഇതില് എന്താണ് ആൻസർ വരിക നോക്കൂ, മോഡ് ലെസ് ദാൻ മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യാങ്കമാണ്, മീഡിയൻ. അപ്പൊ മോഡ് ലെസ് ദാൻ മധ്യാങ്കം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ, ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അവരോഹണ സഞ്ചിതാവൃത്തി വക്രം മോർ ദാൻ ഒജീവ് തന്നിരുന്നാൽ ഏത് കേന്ദ്ര പ്രവണതാ മാനമാണ്, അതായത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, കണ്ടുപിടിക്കാൻ സാധിക്കുക? മോർ ദാൻ ഒജീവ്, അതായത് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും തമ്മിൽ യോജിപ്പിക്കുന്ന ബിന്ദുവാണ് മീഡിയൻ എന്ന് നിങ്ങൾക്കറിയാം അല്ലെ, മധ്യാങ്കം. അപ്പൊ നമുക്ക് ഏതാണ് പറയാൻ സാധിക്കുക, മധ്യാങ്കം കണ്ടുപിടിക്കാമെന്നാണ് പറയാൻ സാധിക്കുക. ഒരു അവരോഹണ സഞ്ചിതാവൃത്തി വക്രം തന്നിരുന്നാല്, അതായത് മോർ ദാൻ ഒജീവ് തന്നിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും, മധ്യാങ്കം കണ്ടുപിടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 to 14, 15 to 19, 20 to 24 എന്നിങ്ങനെയാണ് ഒരു ആവൃത്തി പട്ടികയിലെ ഫ്രീക്വൻസി ടേബിൾ ആവർത്തി പട്ടിക ഫ്രീക്വൻസി ടേബിൾ ആണ് ക്ലാസുകൾ എങ്കിൽ 15, 19 എന്ന ക്ലാസിന്റെ ക്ലാസ് അന്തരം എത്രയാണ്? ഇത് നോക്കൂ, 10 to 14 കഴിഞ്ഞാൽ പിന്നെ 15 to 19 ആണ് പറയണേ. അപ്പൊ 20 to 24 ആണ് പറയണേ. പക്ഷെ ഇത് നമുക്ക് എന്താക്കണം, ഒരേപോലെ ഇവിടെ വരണതും സെയിം ആക്കണം. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് വേണം, ഇതിന് -0.5, അതായത് 9.5 to 14.5, 14.5 to 19.5, 19.5 to 24.5. അപ്പൊ ഈ ക്ലാസിന്റെ വിഡ്ത്ത് എന്താണ്, അതായത് ഇതില് എല്ലാത്തിന്റെയും വിഡ്ത്ത് എന്താണ്, 5 ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ, സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പട്ടികയിലെ വരികളുടെ തലക്കെട്ടുകളെ വിളിക്കുന്ന പേരെന്ത്? പട്ടികയിലെ തലക്കെട്ടുകളെ വിളിക്കുന്ന പേര്, അതായത് സ്റ്റബ് എന്നാണ് വിളിക്കുക. ഇതൊക്കെ നിങ്ങൾ തിയറി പഠിക്കേണ്ടതാണ്. ക്യാപ്ഷനും ബോക്സ് ഹെഡും ഫീൽഡും ഇതും നമുക്ക് പറഞ്ഞ് പഠിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് അതൊരു വേറൊരു ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തു തരാം. നെക്സ്റ്റ് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ആഡ് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
100 പ്രാപ്താംഗങ്ങളുള്ള ഒരു ഡാറ്റയെ വർഗീകരിക്കുമ്പോൾ എത്ര ക്ലാസുകൾ ഉണ്ടാകണമെന്നാണ് സ്റ്റേർജസ് നിയമം പറയുന്നത്. സ്റ്റേർജസ് നിയമം എന്ന് പറയുന്നത് എന്താണ്? k എന്ന് പറയുന്നത് 1 + 3.322 into log n to the base n 10 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? log 100 ആണ് അല്ലെ? to the base 10 ആവണം. അപ്പൊ log 100 to the base 10 ഇവിടെ എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് 1 + 3.322 into 2 ആയി വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 4 4 6 6 plus 1. അപ്പൊ എന്ത് വരും? 7.644 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 8. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുടെ മാർക്കുകളുടെ മാധ്യം അരിത്തമെറ്റിക് മീൻ 23 ആണ്. ആ ക്ലാസ്സിൽ 30 ആൺകുട്ടികളാണ്. അവരുടെ മാർക്കുകളുടെ മാധ്യം 25 ആണെങ്കിൽ പെൺകുട്ടികളുടെ മാർക്കുകളുടെ മാധ്യം എത്രയാണ്? ആകെ കുട്ടികൾ എത്രയാണ്? 50. അതില് 23 ആണ്. അപ്പൊ ടോട്ടൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ മാർക്സ് കണ്ടുപിടിച്ചൂടെ? അത് എത്രയാണ്? 23 into 50 ആണ്. അത് എത്രയാണ്? 1150 ആണ് ടോട്ടൽ മാർക്ക്. ഇനി 30 ആൺകുട്ടികളാണുള്ളത്. അവരുടെ മാധ്യമം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടല് കണ്ടുപിടിച്ചൂടെ? ടോട്ടല് ബോയ്സിന്റെ ടോട്ടൽ എന്താണ്? 25 into 30. അത് എത്രയാണ്? 750. അപ്പൊ ഇതിന്ന് 750 മൈനസ് ചെയ്താൽ നമുക്ക് പെൺകുട്ടികളുടെ മാർക്ക് കണ്ടുപിടിച്ചൂടെ? അത് എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ എത്ര പെൺകുട്ടികളുടെ എണ്ണം? 30 ബോയ്സ് ആണ് വെച്ചെങ്കിൽ ബാക്കി ഗേൾസ് അല്ലേ? അപ്പൊ 50 - 30 എത്രയാണ്? 20 ആണ്. അപ്പൊ 40/2 എത്രയാണ്? 20 ആണ്. ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. ഇത് പല PSC എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏതൊരു PSC എക്സാമിനും വേണ്ട വിധത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലില് മാത്സിന്റെ മാത്രമായിട്ട് എല്ലാ PSC എക്സാമിന്റെയും ഏകദേശം ഒരു 2014 അല്ല അതിനെക്കാട്ടും മുന്നേ തൊട്ടുള്ളത് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ട് വെച്ചെങ്കിൽ അതിൽ നിന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9, 3, 6 എന്നീ 3 സംഖ്യകളുടെ ജാമിതീയ മാധ്യം ജോമെട്രിക് മീൻ 9 ആണെങ്കിൽ എക്സിന്റെ വില. എങ്ങനെയാ ജോമെട്രിക് മീൻ കാണാ? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് ഈ സംഖ്യകളുടെ ഗുണനം. ക്യൂബ് റൂട്ട് ഓഫ് എന്താണ്? അപ്പൊ ഇതിൽ എന്താ വരിക? ക്യൂബ് റൂട്ട് ഓഫ് 9 into 3 into x. ഇത് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 9 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? ഇത് എന്ന് പറയുന്നത് 9 into 3 into x whole raised to 1/3 അല്ലെ? ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 1/3 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് 9 into 3 27 ആണ്. 27നെ നമുക്ക് 3 raised to 3 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഒരു 3 അല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരാം? 3 into x raised to 1/3 എന്ന് എഴുതിക്കൂടെ? 9 ആണ്. അപ്പൊ x raised to 1/3 എന്താണ്? 9/3 ആണ്. അത് എത്രയാണ്? 3 ആണ്. ഇനി ഇതിനെ ഞാൻ ക്യൂബ് ചെയ്തു. അപ്പൊ എക്സ് കിട്ടില്ലേ? രണ്ട് ഭാഗത്തും ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും അല്ലെ? അപ്പൊ എന്താണ്? എക്സ് ഈക്വൽ ടു 3 ക്യൂബ്. അത് എത്രയാണ്? 27. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രെയിൻ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലെ വേഗത അറിയാമെങ്കിൽ ശരാശരി വേഗത കണക്കാക്കുന്നതിന് വേണ്ടി ഏത് കേന്ദ്ര പ്രവണതാ മാനം മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ഉചിതം? അതായത് നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഹാർമോണിക് മീനാണ്, സന്തുലിത മാധ്യം ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ.
അതായത് നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എക്സാമ്പിൾ ആവുമ്പോൾ ട്രെയിൻ ട്രാവൽസ് 100 കിലോമീറ്റർ 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അനദർ ട്രെയിൻ 100 കിലോമീറ്റർ 40 കിലോമീറ്റർ പെർ അവർ ആണ് സഞ്ചരിക്കുന്നത്. അപ്പോ നമുക്ക് ആവറേജ് സ്പീഡ്, ഹാർമോണിക് മീൻ ഓഫ് ദ സ്പീഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം അല്ലെ, 1/60 1/40 അത് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അപ്പോഴല്ലേ നമുക്ക് മീൻ കിട്ടുക. അപ്പൊ റെസിപ്രോക്കൽ ഓഫ് ദ അപ്പൊ എന്താണ് 1/60 പ്ലസ് 40 1/60 പ്ലസ് 1/40 ഡിവൈഡഡ് ബൈ 2. ഇനി അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുക. ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹാർമോണിക് മീൻ ആണ് നമ്മൾ എന്താണ് രണ്ട് വേഗത അറിയാമെങ്കിൽ ശരാശരി വേഗത കണക്കാക്കുന്നതിനുള്ള കേന്ദ്രപ്രവണത മാനം. കാരണം ഒരു ഭാഗത്തേക്ക് നമ്മൾ x കിലോമീറ്റർ പെർ അവറിലും അവിടുന്ന് തിരിച്ച് y കിലോമീറ്റർ പെർ അവറിലും സഞ്ചരിക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് ആവറേജ് കാണാനുള്ള സൂത്രവാക്യം 2xy/x+y ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഏതൊരു PSC എക്സാമിനും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ 2xy/x+y വരുന്നത് എന്തുകൊണ്ടാണ്? ഹാർമോണിക് മീൻ എടുക്കുന്നത് കാരണമാണ്. നെക്സ്റ്റ്, പി ഓഫ് എ ബി എന്നീ ഇവന്റുകളിൽ പരമാവധി ഒരെണ്ണം 9/13 ആണെങ്കിൽ പി ഓഫ് എയും ബിയും ഈക്വൽ ടു, അതായത് പരമാവധി ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്റ്റ് അറ്റ്മോസ്റ്റ് 1 അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് അല്ലെ ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും നമുക്ക്? ഇതെന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞൂടെ? അതെന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഇനി വേറൊരു വാക്യം എന്താണ്? പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ എന്നുള്ളത് അഡീഷണൽ തിയറം വെച്ചിട്ട് നമുക്ക് എഴുതിക്കൂടെ? പി ഓഫ് എ ബാർ പ്ലസ് പി ഓഫ് ബി ബാർ മൈനസ് പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ എന്ന് എഴുതിക്കൂടെ? ഇതാണ് അഡീഷണൽ തിയറം ഉപയോഗിച്ചിട്ട് എഴുതുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ പറയണേന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ശരി എന്നാണ് ചോദിച്ചത്. പക്ഷെ മൂന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. അപ്പൊ ഓൾ ഓഫ് ദ എബവ് ആണ് അതിൽ കറക്റ്റ്. അപ്പം അതിനാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ എന്ന് പറയുന്നത് എന്ത് പറയാം? പി ഓഫ് എ ബാർ പ്ലസ് ബി ഓഫ് ബി ബാർ മൈനസ് പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ എഴുതിയില്ലേ? അതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയാണ്? പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ എന്നുള്ളതിനെ എന്ത് എഴുതാം? പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ബാർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? പി ഓഫ് എ ബാർ പ്ലസ് പി ഓഫ് ബി ബാർ മൈനസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഏതാണ് ഇതിനെ എന്ത് എഴുതാം? പി ഓഫ് എ ബാർ പ്ലസ് പി ഓഫ് ബി ബാർ പ്ലസ് പി ഓഫ് എ യൂണിയൻ ബി മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? ഇത് മൂന്നും നമുക്ക് ഇക്വേഷൻ ആണ് പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ എന്നുള്ളത് കാണാൻ. അതായത് പി ഓഫ് അറ്റ്മോസ്റ്റ് 1 ഓഫ് എ ഓർ ബി, എ ബി എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ഏതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? നമുക്ക് എന്ത് തന്നുണ്ട്? പരമാവധി ഒരെണ്ണം എന്ന് പറയുന്നത് 9/13 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ പി ഓഫ് എയും ബിയും എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്
എയും ബിയും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി അല്ലേ? അപ്പൊ നമുക്ക് ഒരേ ഒരു ഇത് തന്നിട്ടുള്ളൂ. പി ഓഫ് എ ബാർ യൂണിയൻ ബി ബാർ എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് എന്താന്ന് എഴുതാം? 9/13 ആണെന്ന് എഴുതാം. അപ്പൊ ഈ വാക്യല്ലേ ഉപയോഗിക്കാൻ നല്ലത്. കാരണം പി ഓഫ് എ ബാറോ ബി ബാറോ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ 9/13 ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് വെച്ചെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ എന്ത് എഴുതാൻ പറ്റും? 1 മൈനസ് ഓഫ് 9/13 എന്ന് എഴുതിക്കൂടെ? അത് എത്രയാണ്? 13 മൈനസ് 9 എത്രയാണ്? 4/13 അല്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.